ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിൽ പലവരും പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, എനിക്ക് കഷ്ടകാലാണ്, ഇനി 10 വർഷം, ഇനി 5 വർഷം എനിക്ക് കഷ്ടകാലാണ്, എന്തുകൊണ്ട് ദൈവം ഇങ്ങനെയൊക്കെ ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണെന്ന് ഇങ്ങനെയുള്ള ചോദ്യം അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ പലരും പറയാറുണ്ട്. ദിവസവും ഒരു പ്രാവശ്യം ഒരു സെക്കൻഡെങ്കിലും നമ്മളിത് ചിന്തിക്കും, അല്ലെ? അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്കൊന്ന് മാറ്റി പിടിക്കാനായിട്ടുള്ള ഒരു കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് കഥ ഫുള്ളായിട്ട് കേൾക്കണം, എന്നാലേ നിങ്ങൾക്ക് ലാസ്റ്റ് ആകുമ്പോൾ മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ ഇടയിൽ വെച്ച് സ്കിപ്പ് ചെയ്താൽ മനസ്സിലാവില്ല. സോ ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. ഓക്കെ. സോ അപ്പോൾ ഈ കഥ തുടരുന്നത്, ഒരു ചെറിയൊരു കിളിയുണ്ട്. ആ കിളി ഒരു ഡെസേർട്ടഡ് ആയിട്ടുള്ള ഒരു പ്ലേസിലാണ്. ഫുള്ള് ഡെസേർട്ടാണ്. അവിടെ വെള്ളമോ പോണ്ടോ ഒന്നുമില്ല, ഒരു പച്ചപ്പും ഇല്ലാത്ത ഒരു സ്ഥലത്താണ്. ഒറ്റപ്പെട്ട് ഒരു കിളിയാണ്. ഓക്കെ. അവിടെ ഒന്നും തന്നെ ഇല്ല. ആ കിളി എങ്ങനെയോ അവിടെ എത്തി. ആ കിളി ഒറ്റപ്പെട്ടിരിക്കുകയാണ്. അവിടെ കൂട്ടായിട്ട് ഒന്നുമില്ല. അപ്പൊ അവിടെ കിളി ഓരോ ദിവസവും എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് വളരെ സഫർ ചെയ്ത് ഇങ്ങനെ ജീവിക്കുകയാണ്. എങ്ങനെയൊക്കെയോ ഭക്ഷണം പോലും ഇല്ല, വെള്ളം പോലും ഇല്ല, ഭയങ്കര ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോകണം. അപ്പൊ കിളി ഇങ്ങനെ ആലോചിക്കും, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണോ എനിക്കിങ്ങനെ ഉണ്ടാവണേ എന്ന് കിളി ഇങ്ങനെ ചിന്തിച്ച് ഒരുപാട് ദിവസങ്ങൾ കടന്നുപോയി. ഒരു സ്പാരോ ഉണ്ട്, കുഞ്ഞി കിളിയാണ്. ഒരു ദിവസം കിളി നോക്കുമ്പോൾ ആകാശത്ത് ഒരു വെള്ളപ്രാവ് ഇങ്ങനെ പറന്ന് നടക്കണം. ഈ സ്വർഗത്തിലേക്ക് പോകുന്ന പ്രാവുകളൊക്കെ നമ്മൾ ഗൂഗിളിൽ നോക്കിയാൽ കാണാം. അങ്ങനത്തെ ഒരു പ്രാവ് കണ്ടു. കണ്ടപ്പോൾ ഉടനെ കിളി പറഞ്ഞു, ഒരു മിനിറ്റ്, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞു. ഒന്ന് ഇങ്ങോട്ട് വരും, നിങ്ങൾ സ്വർഗത്തിലേക്ക് പോണ കിളിയല്ലേ എന്ന് ചോദിച്ചപ്പോൾ, അതെ, ഞാൻ സ്വർഗത്തിലേക്ക് പോണ കിളിയാണ്, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ സ്വർഗത്തിലേക്ക് പോവല്ലേ, ദൈവത്തിനോട് ഒന്ന് ചോദിക്കുമോ, എന്തുകൊണ്ടാണ് എനിക്ക് ഇത്രയും അനുഭവിക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ഇത്രയും കഷ്ടപ്പാട് എന്തുകൊണ്ട് വരുന്നത്, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്ന് ഒന്ന് ചോദിക്കുമോ പ്ലീസ്, എനിക്ക് പറ്റണില്ല എന്നാണ്. കാരണം കിളിയുടെ ഈ മുഖക്കാകെ വാടി വരച്ച് ഡ്രൈ ആയി, ഫെദേഴ്സൊക്കെ കൊഴിഞ്ഞു പോയി, ഭയങ്കര തീരെ വയ്യ. അപ്പൊ ഈ പ്രാവിനും ഇതേമാതിരി പാവം തോന്നി. പ്രാവ് അവിടെ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ അവിടെ എൻട്രൻസിന് അവിടെ ഒരു ഏഞ്ചൽ അവിടെ കണ്ടു. ഏഞ്ചലിനെ കണ്ടപ്പോൾ പറഞ്ഞു, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇങ്ങനെ ഒരു കിളിനെ കണ്ടു, ഇങ്ങനെ ഒരു കഷ്ടമുണ്ട്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ ഏഞ്ചൽ പറഞ്ഞു, ഓക്കെ, പക്ഷെ ആ കിളിക്ക് 10 വർഷം ഇനി കഷ്ടകാലാണല്ലോ, 10 years ആയിട്ട് കഷ്ടകാലം തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പൊ അടുത്ത കാലത്തൊന്നും ശരിയാവില്ല എന്ന് പറഞ്ഞു. പ്രാവ് പറഞ്ഞു, അയ്യോ അങ്ങനെ പറയരുത്, എന്തെങ്കിലും ഒരു ഹോപ്പ്, കാരണം ഞാനിത് പറഞ്ഞാൽ ആളുടെ ഉള്ളൊരു ഹോപ്പ് കൂടി പോയി കിട്ടും. അപ്പൊ ഞാൻ ഇവിടെ വന്ന് എന്തെങ്കിലും കാര്യം പറയുമെന്ന് വിചാരിച്ചിട്ട് ഹോപ്പിലാണ് ആളിപ്പോൾ ഇരിക്കുന്നത്. അപ്പൊ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടാവില്ലേ എന്ന് ചോദിച്ചപ്പോൾ ആ മാലാക പറഞ്ഞു, ആ ഏഞ്ചൽ പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, ആളുടെ അടുത്ത് പോയി പറയൂ, നിങ്ങൾ ഒരു സെന്റൻസ് ഇടയ്ക്കിടയ്ക്ക് പറയണം, എന്ത് സംഭവിച്ചാലും 10 ദിവസം ഈ സെന്റൻസ് പറഞ്ഞുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ പറയാം, എന്ത് സെന്റൻസ് ആണെന്ന് ചോദിച്ചപ്പോൾ, താങ്ക് യു ഗോഡ് ഫോർ എവറിഥിങ് എന്നുള്ള ഈ ഒരു സെന്റൻസ് എന്ത് സംഭവിച്ചാലും എങ്ങനെയായാലും ഇത് പറഞ്ഞേ പറ്റുള്ളൂ, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ നോക്കാം എന്ന് പറഞ്ഞു. ശരി, പ്രാവ് പറഞ്ഞു, ശരി, എന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് പോയി പറയാം. എന്നിട്ട് വേഗം ചെന്നിട്ട് ആ കുഞ്ഞിക്കിളിയുടെ അടുത്ത് പറഞ്ഞു, 10 വർഷത്തിന്റെ കാര്യം ഒന്നും തന്നെ പറഞ്ഞില്ല, ആകെ ഇത്ര പറഞ്ഞുള്ളൂ, കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, എന്ത് പറഞ്ഞാലും നിങ്ങൾ താങ്ക് യു ഗോഡ് ഫോർ എവറിത്തിങ് എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ കിളിക്ക് മനസ്സിലാവില്ല, താങ്ക് യു ഗോഡ് ഫോർ എവറിത്തിങ് എന്ന് പറഞ്ഞാൽ എൻ്റെ കാര്യങ്ങൾ എങ്ങനെ ശരിയാവണം, എന്തെങ്കിലും ആവട്ടെ, ഇതൊക്കെ പറഞ്ഞല്ലോ, ശരി, ദൈവം പറഞ്ഞൊരു കാര്യമല്ലേ എന്ന് വിചാരിച്ചിട്ട് ആ കിളി ഈ പറഞ്ഞ ഒരു ഫെദേഴ്സ് കൊഴിഞ്ഞാലും അല്ലെങ്കിൽ ഒരു മുറിവ് പറ്റിയാലും എങ്ങനെ വേണം, ഭയങ്കര ബുദ്ധിമുട്ടാണ്, വെള്ളമില്ല, ഭയങ്കര ഡെസേർട്ടഡ് ആയിട്ടുള്ള ഒരു പ്ലേസിലാണ്. അപ്പൊ ഈ പ്ലേസിൽ എങ്ങനെ പോയാലും എന്തുണ്ടാവില്ല, ഒരു സുഖം ഉണ്ടാവില്ല, ഒരു വെള്ളം പോലും ഇല്ല. അപ്പോൾ ഇമാജിൻ അല്ലെ. അപ്പോൾ എന്ത് സംഭവിച്ചാൽ ആള് പറയുന്നത് താങ്ക് യു ഗോഡ് ഫോർ എവറിത്തിങ്, അത്രയും വേദനയോട് കൂടിയും വിഷമത്തോടു കൂടിയും ആത്മാർത്ഥതയോട് കൂടിയിട്ട് ആള് പറയുകയാണ്. കാരണം ഒരു ഹോപ്പ്, ഒരു ഹോപ്പ് ഉണ്ടല്ലോ, എന്തെങ്കിലും സംഭവിക്കുന്നു വിചാരിച്ചിട്ട്. അങ്ങനെ പറയണ താങ്ക് യു ഗോഡ് ഫോർ എവറിത്തിങ് എന്ന് പറഞ്ഞ് 10 ദിവസം കടന്നുപോയി. 11ാമത്തെ ദിവസം ആള് ശ്രദ്ധിക്കുമ്പോൾ അവിടെ കുറേശ്ശെ വെള്ളം വരുന്നുണ്ട്, എവിടുന്നൊക്കെയോ വെള്ളം വരുന്നു. പിന്നെ കാർമേഘങ്ങളൊക്കെ വന്ന് മഴ പെയ്യാൻ തുടങ്ങി, ചെറിയ പോണ്ടുകൾ വരുന്നു, ചെറിയ ലേക്ക് വരുന്നു. അതേമാതിരി എവിടേക്കാണോ മഴയൊക്കെ പെയ്തു, അപ്പോൾ അവിടെ പച്ചപ്പ് വന്നു, കുഞ്ഞു ഫ്ലവേഴ്സ് വന്നു, എല്ലാം. അപ്പോൾ അതേമാതിരി ആളുടെ ഫെദേഴ്സ് അത് കൊഴിഞ്ഞു വീണിട്ട് പുതിയ ഫെദേഴ്സ് വരുന്നു, ആൾക്ക് പറക്കാൻ വരെ പറ്റുന്നുണ്ട്. അയാള് ഭയങ്കര അത്ഭുതം, ഇതെന്താണ് സംഭവിക്കണമെന്ന് ഭയങ്കര ഷോക്കിംഗ് ആയിപ്പോയി. അപ്പോൾ ഈ പ്രാവ് അന്ന് പോയി പ്രാവ് നോക്കിയപ്പോൾ 10 ദിവസം കഴിഞ്ഞപ്പോൾ ഇതെന്താ സംഭവിച്ചത്, ഇതെന്തൊക്കെ നടക്കണ, ഈ കിളി പറക്കുന്നു, നിറച്ച് പച്ചപ്പ് കാണുന്നു, നിറച്ച് വെള്ളം, ഇതെന്താ പറ്റിയേ. പക്ഷെ കിളിയുടെ അടുത്ത് പോയില്ല, ആള് വേഗം എക്സൈറ്റ്മെന്റും പരവേശവും കാരണം വേഗം ആ സ്വർഗത്തിലേക്ക് ആ മാലകരുടെ അടുത്ത് പോയി പറഞ്ഞു, ഇതേ കണ്ടില്ലേ, നിങ്ങളല്ല പറഞ്ഞത് 10 വർഷം കഷ്ടകാലം ഉണ്ടാവും, അങ്ങനെ ഇങ്ങനെ ഭയങ്കര സഫറിങ് ആയിരിക്കും, അനുഭവങ്ങളായിരിക്കും, ഇപ്പൊ 10 ദിവസം കൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു. എന്നിട്ട് അവിടെ കണ്ട കാഴ്ചകളൊക്കെ ആൾ എക്സ്പ്ലെയിൻ ചെയ്തു, ഇങ്ങനെയൊക്കെ സംഭവിച്ചു, ഇങ്ങനെയൊക്കെ നടന്നു. അപ്പൊ ആ മാലക ഒരു കാര്യം പറഞ്ഞു. മാലക പറഞ്ഞു, ശരിയാണ്, ആളുടെ ഫേറ്റില്, ആളുടെ ഡെസ്റ്റിനിയിൽ 10 വർഷമായിട്ട് ആൾക്ക് സഫർ ചെയ്യണമെന്നുണ്ട്, പക്ഷേ ആള് താങ്ക് യു ഗോഡ് ഫോർ എവറിത്തിങ് എന്നുള്ളൊരു സെന്റൻസ് വളരെ ആത്മാർത്ഥതയോടു കൂടിയും വളരെ വിഷമത്തോടു കൂടിയും ആള് പറഞ്ഞല്ലോ. ഹി ടോൾഡ് ഫ്രം ഹിസ് ഹാർട്ട്, അത്രയും വിഷമത്തോടു കൂടി ആള് പറഞ്ഞു.
ആ ഒരു ഡെഡിക്കേഷൻ, ആ ഒരു ലവ്, ആ ഒരു ഫെയ്ത്ത് ദൈവത്തിനുള്ള ഉള്ളത് കൊണ്ട് നമ്മൾ ചിലപ്പോൾ പാസ്റ്റ് കർമ്മം കൊണ്ടുണ്ടായ ആ ഒരു ഇതുണ്ടല്ലോ, അതൊക്കെ ഇറേസായി പോയി, അതൊക്കെ മാഞ്ഞു പോയി. അപ്പോൾ അതുകൊണ്ടാണ് 10 വർഷം നടക്കേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം വെറും 10 ദിവസം കൊണ്ട് അത് ശരിയായി. അപ്പോൾ ഇതിൻ്റെ മോറൽ ഓഫ് ദി സ്റ്റോറി എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഓൾവേസ് ഹാവ് ഫെയ്ത്ത് ഇൻ ഗോഡ്. ദൈവത്തിനോട് നമുക്ക് എപ്പോഴും നന്ദി വേണം. നമുക്കൊരു യെസ്, എല്ലാം ശരിയാവും, താങ്ക് യു ഗോഡ്, ഒരു നന്ദി വേണം നമുക്ക് എന്നൊരു വിശ്വാസം വേണം. ചിലപ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവും, എന്തുകൊണ്ട് എനിക്കിങ്ങനെ സംഭവിക്കണോ, എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടാവണോ, അയാൾ എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഇയാൾ എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ ജോലി പോയി, നിങ്ങളുടെ പ്രൊമോഷൻ ശരിയായില്ല, ശമ്പളം കുറഞ്ഞു പോയി, ആളെ ഇന്ന് പറഞ്ഞില്ലേ, ആളെ ഇൻസൾട്ട് ചെയ്തില്ലേ, എംബാരസ് ചെയ്തില്ലേ, ഇങ്ങനെ പല ഒരു ലോങ് ലിസ്റ്റ് ഓഫ് കാര്യങ്ങൾ തന്നെ ഉണ്ടാവും. ആ സമയത്തൊക്കെ ഈച്ച് ആൻഡ് എവറി മൊമെന്റ് ഓൾവേസ് സേ താങ്ക് യു ഗോഡ് ഫോർ എവറിതിങ്. നിങ്ങൾക്ക് ഇപ്പോൾ ചിലപ്പോൾ ജീവിക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അറ്റ്ലീസ്റ്റ് ഒരു വീടുണ്ട്, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട്, വെള്ളം കുടിക്കാൻ പറ്റുന്നുണ്ട്, അത് തന്നെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആണ്. സോ ഇനിയും ഇതേമാതിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥകളും കാര്യങ്ങളും ഹെൽത്ത് ടിപ്സും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് സ്റ്റേ ട്യൂൺഡ്.